IFPHന്റെ 2064 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ എ ഇസ്മയിൽ സേഠ് സാറാണ്. പ്രസിഡന്റ് IFPH, റിട്ടയർഡ് പ്രിൻസിപ്പൽ, ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, 52 വർഷത്തെ ചികിത്സാ പരിചയം, ക്യാൻസറും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ഇസ്മയിൽ സേഠ് സാറിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ വന്നിട്ടില്ലല്ലേ? സാർ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പം സാർ വീട്ടിലെത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ ജോയിൻ ചെയ്യും. എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ IFBSന്റെ ഫണ്ട് നമുക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു സാമ്പത്തിക സഹായം ചെയ്ത് IFBSനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മുടെ QR കോഡും അതുപോലെ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസും അയക്കുന്നുണ്ട്. പലരും ഇപ്പം അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒന്ന് സുഗമമായ രീതിയിലാക്കുന്നതിന് വേണ്ടി എല്ലാവരും നല്ലൊരു തുക നിങ്ങളെ കൊണ്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഈ മാസമുള്ള ബാക്കി സ്പെഷ്യൽ പ്രോഗ്രാം 30-ാം തീയതി മുനി നാരായണ പ്രസാദ് സ്വാമി അന്തരിച്ചു. അദ്ദേഹത്തിന്റെ അനുസ്മരണമാണ്. ഹോമിയോപ്പതിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് എഴുതുകയും ചെയ്ത വ്യക്തിയാണ് മുനി നാരായണ പ്രസാദ്. നിത്യചൈതന്യയുടെ ശിഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരണം 30-ാം തീയതി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ലോക മാതൃദിനം പ്രമാണിച്ച് 10-ാം തീയതി പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ ഇസ്മായിൽ സേഠ് സാറും ഭാഗ്യലക്ഷ്മി ഡോക്ടറും രമാദേവി വെമ്പാട് ഡോക്ടറും പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. പരി സാറും അത് ഉദ്ഘാടനം ചെയ്തത് പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായിയാണ്. ഈ 2 പ്രോഗ്രാമാണ് ഇപ്പൊ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നാളെ ഡോക്ടർ റിജി റഷീദാണ്. റിജി റഷീദ് നാളെ ഒരു പ്രത്യേക വിഷയമായിട്ടാണ് 2 മുറികളിൽ ചുരുങ്ങുന്ന ദാമ്പത്യം എന്നൊരു വിഷയത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരു മാനസിക പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ വരുന്ന വിഷയം ഒത്തിരി കയറി വരുന്ന ഈ കാലത്ത് ഇങ്ങനെ ഒരു വിഷയത്തിന് വലിയ പ്രസക്തിയുണ്ട്. അതിൽ ഹോമിയോപ്പതി എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള നല്ലൊരു സെഷനാണ് നാളെ വെച്ചിരിക്കുന്നത്. അതുപോലെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ചൊവ്വാഴ്ച ഡോക്ടർ മധുസൂദന പണിക്കർ ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സൂചയെക്കുറിച്ചുള്ള ഒരു പഠനം, സൂചയെക്കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായ ഒരു അവതരണമാണ് ചൊവ്വാഴ്ച നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പൊതുവെയുള്ള കാര്യം ഡോക്ടറെ ഇപ്പൊ ഈ ഇംഗ്ലീഷ് സെഷനിലൊക്കെ പാർട്ടിസിപ്പേഷൻ കുറവാണ്. അപ്പൊ അതും കൂടെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഇത് വലിയൊരു എഫർട്ടാണ്. 2060 ദിവസമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അത് താഴോട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ക്ഷീണമുള്ള കാര്യമാണ്, ഹോമിയോപ്പതി പ്രത്യേകിച്ചും. ദയവായിട്ട് എല്ലാവരും സജീവമായിട്ട് ഇതിൽ പങ്കെടുക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം ധനേഷ് ഡോക്ടറെ പോലെ ആള് ചെയ്യുന്ന ത്യാഗം ചില്ലറയല്ല. അതിന്റെ 1000-ലൊന്നെങ്കിലും തിരിച്ചു ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യത ഉണ്ടെന്ന് കൂടി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് സെഷൻ ഒരു 2 പേരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് റിസൾട്ട് കിട്ടുന്നതിന് കാത്തിരുന്നതിന് ശേഷമാണ് അവതരിപ്പിച്ചത്. അപ്പൊ അത്രയായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഡോക്ടർമാരാണ്. ഇപ്പൊ അടുത്ത ഒരു മാസത്തേക്ക് ഉള്ള പരിപാടികളിൽ തന്നെയാണെങ്കിലും കുറേ കോളേജിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ കേസ് പ്രസന്റേഷനുകളാണ് ഇംഗ്ലീഷിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ ഡോക്ടർമാരെ പങ്കെടുക്കുകയും, ഇനി അതല്ല നിങ്ങൾക്ക് പരിചയമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെ ഒന്ന് പങ്കെടുപ്പിക്കാൻ കൂടി ശ്രമിക്കണം. കാരണം വിദ്യാർത്ഥികൾ ഇതൊക്കെ കാണുന്നതിന് വേണ്ടി പരിചയമുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മുടെ ഈ എല്ലാ ദിവസവുമുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് അയച്ചു കൊടുക്കണം. സാർ എത്തിയിട്ടുണ്ട്. സാറിനെ ഒന്ന് കോഹോസ്റ്റ് ആക്കണം. സാറിനെ കോൺഫറൻസ് ആക്കാം. സാറിനെ എന്റെ റീച്ചെങ്കിലും കണ്ടില്ലല്ലോ. കോഹോസ്റ്റ് സാറ് കേക്കാം. ആയിട്ടുണ്ടോ? കുഴപ്പമില്ല. സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു മിനിറ്റ്. എന്തോ അല്ല, സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടില്ല.
അക്കാൻ നോക്കിയിട്ട് എന്തോ ഒരു പ്രശ്നം വരുന്നല്ലോ, അതാകുന്നില്ല. അഡ്മിറ്റ് ചെയ്യാൻ പറയാം. അത് ആ ഓപ്ഷനിലോട്ട് വരുന്നില്ല, എന്താണെന്ന് അറിയില്ല. അത് കറക്റ്റ് ആയിട്ട് നെറ്റ് ഇല്ല. ഇപ്പൊ പറ്റിയോ? അഡ്മിറ്റ് ആയി. ഇപ്പൊ നെറ്റ് കുറവാണ് സാറ്. ആണോ? ആ അയ്യോ, അതാണ് പ്രശ്നം. കുഴപ്പമില്ല, ഇപ്പൊ പുറത്തിറങ്ങിയിരിക്കണോ? കറക്റ്റ്. ഇപ്പൊ ശരിയായി. ഞാൻ ഹാളിൽ വന്നു. ഇപ്പൊ കുഴപ്പമില്ല അല്ലേ? ഇപ്പൊ കുഴപ്പമില്ല. അപ്പോഴേ ഞാൻ പറഞ്ഞേ, ആ അയ്യോ, കേക്കാം ചോദ്യോത്തരം സാറേ. വരെ നല്ലത്. അവരൊരു ക്യാൻസറിനെ ആമുഖം. പറ്റി, കാരണം ഞാൻ തുടക്കം പോലെ ക്യാൻസറിന് പ്രാധാന്യം കൊടുക്കുകയും, അപ്പൊ അതിനെ കൊടുത്തൊന്നുമല്ല, വന്ന് പെട്ടതൊക്കെ അങ്ങനത്തെ കേസായതുകൊണ്ട് പ്രധാനം കൊടുത്തു പോയതാണ്. മണ്ണഞ്ചേരി പ്രാക്ടീസ് തുടങ്ങുമ്പോഴേ പ്രൈവറ്റ് തുടങ്ങുമ്പോൾ തന്നെ വന്നത് 2-3 ക്യാൻസർ പേഷ്യൻ്റാണ്. ഒരു ലിവർ പേഷ്യൻസും ഒരു ലിവർ ക്യാൻസറും ഒരു ലങ് ക്യാൻസറും കൂടെ വന്നത്. പിന്നെ അതുകൊണ്ട് ബന്ധപ്പെട്ട് അത് കുറച്ച് ആശ്വാസം കണ്ടപ്പോഴേക്കും ആളുകൾക്ക് അങ്ങനെ വരാൻ തുടങ്ങി. ആ പരസ്യം പോയി, ചുവത്തില, അതുപോലെ അമ്പലപ്പുഴ, അങ്ങനെയൊക്കെ ആളുകൾ വന്നുകൊണ്ട് തുടങ്ങി. അങ്ങനെ പേഷ്യൻസൊക്കെ വന്നു പോയി. അങ്ങനെയാണ് ക്യാൻസറിൻ്റെ പേഷ്യൻസ് കൂടുതൽ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ പറയുന്ന ടോട്ടൽ പേഷ്യൻസിൻ്റെ ഒരു 70% ക്യാൻസർ പേഷ്യൻ്റ് ആയിരിക്കും. അതെൻ്റെ അനുഭവം. അപ്പം കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എന്നാൽ എല്ലാം ഒട്ടും ചെയ്യാനും പറ്റുന്നില്ല. കാരണം വളരെ അഡ്വേഴ്സ് കണ്ടീഷനാണ് വരുന്നത്. പേഷ്യൻസേ വളരെ മോശപ്പെട്ട കണ്ടീഷനാണ് വരുന്നത്. അതുകൊണ്ട് കൂടുതൽ നമുക്ക് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. കുറച്ചുകൂടി നേരത്തെ വരികയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് കീമോവും കഴിഞ്ഞ് റേഡിയേഷൻ കീമോ എല്ലാം വരിക. അപ്പം പെയിൻ പാലിയേറ്റീവ് മാത്രമേ നടക്കുകയുള്ളൂ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവരാണെങ്കിൽ ഒരു ഓഷോ സാർക്കോമ വന്ന് ഇന്നാണ് ഡിസ്ചാർജ് ചെയ്തത്. ഓഷോ സാർക്കോമ ലിംസിൽ വന്നിട്ട് ഹിപ്റ്റോയിൻ്റെ മുകളിൽ റിമൂവ് ചെയ്ത പേഷ്യൻ്റ. ചെറുപ്പക്കാരി പറഞ്ഞ ഒരു 10-30 വയസ്സേ ഉള്ളൂ. അവിടെ ഒരു ധൈര്യം, ഹസ്ബൻഡ് വളരെ സ്നേഹമുള്ള ഹസ്ബൻഡ് ആയതുകൊണ്ട് അയാൾ ഇങ്ങനെ കൂടെ നടക്കുന്ന പാവം. അതിന് പേര് മനോധൈര്യമായിട്ട് മുന്നോട്ട് പോയാൽ. അപ്പം ഞാൻ ഒരു 10 ദിവസം പറഞ്ഞ് കിടത്തിയാണ്. 2 ദിവസമായപ്പോൾ അതിന് പെയിൻ കംപ്ലീറ്റ് മാറി. അപ്പം ഇന്ന് 5-ാം ദിവസമാണ്. അതായത് പെയിൻ കുറവാണ്, ഒരു വീട്ടിൽ പോയിക്കോട്ടെ, മക്കളൊക്കെ ഉണ്ട് ആളുകൾ. നമ്മുടെ എല്ലാ രീതിയിൽ തന്നെയാണ്. പെയിൻ കുറയുമ്പോഴേക്കും പിന്നെ നമുക്ക് പഠിക്കാനോ പഠനം നടത്താനോ അവകാശം തരില്ല നിങ്ങൾ. സാറ് പറയാനേ കിടക്കാം, ഏതായാലും വേണ്ട, നിങ്ങൾ പോകണമെന്ന് തീരുമാനിച്ചല്ലേ, പോയിട്ട് പിന്നീട് വന്നാൽ മതി. ഇപ്പം ഞാൻ 10 ദിവസം വരെ 10 ദിവസം കഴിഞ്ഞിട്ട് വരിക, അപ്പോഴത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ പഠിച്ച് കിടത്തും എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടവരെ. അതാണ് നമ്മുടെ അനുഭവം. ക്യാൻസറിന് കുറച്ചുകൂടി നേരത്തേക്ക് വരികയാണെങ്കിൽ കുറേ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റും. അത് നമുക്ക് അവകാശം കിട്ടാറില്ല പലപ്പോഴും. ഇതാണ് ഇൻട്രഡക്ഷനായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ അനുഭവത്തിൽപ്പെട്ട ചില ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, അവരെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ആർക്കെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. സാറേ, ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുമ്പോഴേക്ക് ഏതൊക്കെ ആ ക്യാൻസർ ഏതൊക്കെ ലെവല് വരെ നമുക്ക് കംപ്ലീറ്റ് സുഖപ്പെടുത്താം, അല്ലെങ്കിൽ സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് കേസ് വരുന്നുണ്ട്. ആ അതെ, ഏതൊക്കെ പക്ഷെ പലപ്പോഴും നമ്മളെ കഴിക്കാൻ നിൽക്കാത്ത കേസുകളാണ് വരുന്നത് ഭൂരിപക്ഷവും. ചില കേസുകൾ ഇപ്പോൾ നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ആയ സ്ഥിതിക്ക്, എനിക്ക് എൻ്റെ തോന്നുന്ന എക്സ്പീരിയൻസ് ആയ സ്ഥിതിക്ക്, ചില ആളുകൾ തുടക്കത്തിലെ കുടുംബത്തിൽ വരികയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് വേറെ ആൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ അവർ നേരത്തെ വരാറുണ്ടെങ്കിൽ ഡയഗ്നോസ് ആയപ്പോൾ തന്നെ വരും. അങ്ങനെ പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവർ പിന്നെയും ദീർഘകാലം ജീവിക്കുകയും ചെയ്യും. കീമോതെറപ്പി കൊടുക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം എനിക്കൊന്നുമില്ല. കാരണം കീമോതെറപ്പി കൊടുത്തിട്ട് നമ്മൾക്ക് വരുന്നത് പലപ്പോഴും. പിന്നെ നമ്മളത് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ പറയില്ല. കീമോ വേണ്ടിയുള്ള പറയാനുള്ള അവകാശം എനിക്കില്ല. കാരണം
അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ അനുഭവത്തിൽപ്പെട്ട കാര്യമാണ്. കീമോ കൊടുത്താൽ കുറച്ച് വ്യത്യാസം വരാം. പക്ഷേ വരുന്ന വ്യത്യാസം ദീർഘനാൾ നിൽക്കണമെന്നില്ല. അപ്പോൾ പിന്നെ പല ആളുകളും പറഞ്ഞാൽ കീമോ വേണ്ട, ഞങ്ങൾ നിന്നോളാം, നിൽക്കാന്ന് പറയും. അപ്പോൾ ഞാൻ പറയും നിൽക്കുന്ന കൊള്ളാം, പിന്നെ ഞാൻ ചികിത്സൻ്റെ പേരിലാണ് അസുഖം കൂടിയൊന്നും പറയരുത്. ഇല്ല, അങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഗ്രിമെന്റ് ചെയ്തിട്ടാ മാനസികമായിട്ട് എഴുത്തിലൊന്നുമില്ല ചികിത്സ തുടങ്ങുന്നത്. അറിയാമോ ഡോക്ടറെ? ഇനി ബിനോയ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അഡ്മിറ്റ് ചെയ്തോളൂ ഡോക്ടറെ. ഞാൻ അൺമ്യൂട്ട് ചെയ്തു. ഡോക്ടർ, ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ അതായത് കിഡ്നി സംബന്ധമായ ക്യാൻസർ ചെറിയൊരു 4 മില്ലിമീറ്റർ ചെറിയ ഗ്രോത്ത്, അതിനെന്താ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ലൈക്ക് ബോഡിയോ അതുപോലെ സാൽസിപ്പിലോ കൊടുക്കാം. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ ഡോക്ടർ? ഐഡിയ? അത് ഞാനെങ്ങനെയാണ് കൊടുക്കുന്നത്? ക്യാൻസർ എന്ന് പറഞ്ഞാൽ ബഹുമുഖ മോഡുലേഷൻ ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ ഏത് കേസ് വന്നാലും ഓക്കെ. ഒരു കോഴ്സ് സൂച കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഗ്രോത്ത് അങ്ങനത്തെയാണ് ഓക്കെ. വരുന്നത്. സൂച ഓക്കെ. ക്യാൻസർ ഗ്രോത്ത് എപ്പോഴും കോളിഫ്ലവർ ടൈപ്പ് ഗ്രോത്ത് ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോളിഫ്ലവറിൻ്റെ ഓരോ നോട്ട്സിൻ്റെ അതുപോലെ ആയിരിക്കും വരുന്നത്. അത് സിസ്റ്റിക് ക്യാൻസറായിട്ട് വരാം. പിന്നെ അതിന് കൂടെ സിംറ്റംസ് എല്ലാം പലതും കിട്ടുകയാണെങ്കിൽ കോണിയം മാക്കുലേറ്റോ കൽക്കരി കാർബോ അങ്ങനെ പലതും പോകും. തുടക്കത്തില് കിഡ്നി സ്റ്റോൺസ് ആയിട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് അത് അഗ്രവേറ്റ് ചെയ്താണ് ഗ്രോത്ത് ആയിട്ട് മാറിയത്. ആണല്ലേ? ഗ്രോത്ത് എവിടെ വന്നത്? കിഡ്നിയുടെ കിഡ്നി സ്റ്റോൺ സ്റ്റോൺ ആയിരുന്നു. അത് കിഡ്നിയില് ചെറിയൊരു ഗ്രോത്ത് ആയിട്ട് കണ്ടു. പിന്നെ ഉണ്ടായി അല്ലേ? കിഡ്നി സ്റ്റോണായിട്ട് വന്ന സ്ഥിതിക്ക് കൽക്കരി കാർബണിന് ഒരുപാട് സാധനമുണ്ട്. പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൽക്കരി കാർബൺ 30 കൊടുക്കുക. പെയിൻ കുറച്ചാൾ 1 hour കൊടുക്കുകയാണെങ്കിൽ കുറവ് കിട്ടും. അതായത് ഒരു 6 ounce വാട്ടറിൽ 2-3 തുള്ളി കൽക്കരി കാർബൺ 30 ഇട്ടിട്ട് 1 ടീസ്പൂൺ മണിക്കൂർ ഇടവിട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് പെയിൻ കംപ്ലീറ്റ് മാറും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ. ഇനി ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ക്യാൻസർ റിലേറ്റഡ് അല്ല, ഈ കിഡ്നി സിസ്റ്റ് വരുമല്ലോ, കോർട്ടിക്കൽ സിസ്റ്റ്, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കുണിയമാണ് കൂടുതലും വരുന്നത്. കുണിയം മാക്കുലേറ്റം. അത് ചിലപ്പോഴേ എല്ലാ കോണിയം മാക്കുലേറ്റത്തിലും ഒരു ഭൂരിപക്ഷം ആളുകൾക്കും അസോസിയേറ്റഡ് വിത്ത് വെർട്ടിഗോ വരും. വെർട്ടിഗോ വരികയാണെങ്കിൽ അത് ഒരുപാട് ഗുണം ചെയ്യും, ഒരുപാട് പെട്ടെന്ന് മാറുകയും ചെയ്യും. അത് വെർട്ടിഗോ ഇരുന്നുണ്ടെങ്കിലും മാറ്റങ്ങളുണ്ടാകും. വെർട്ടിഗോ വരണേ കുറേ കൂടെ സിംറ്റമാറ്റോളജി ചോദിച്ചിരിക്കും. സൈനീഷ്യ കൊടുക്കാം, സൈനീഷ്യ 0.3 30 കൊടുക്കാം. എന്ത് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ അത് എല്ലാം മൈനോർ ഡോസേ കൊടുക്കാവൂ. 1/10 മിനിമം. ഒരു ഡ്രോപ്പിനെ 10 ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡിൽ ഒരു ഡോസ് ആയിരിക്കണം, ഒരു ഡോസ്. അല്ലെങ്കിൽ അക്വയിൽ മിക്സ് ചെയ്തിട്ട് 1 ടീസ്പൂൺ വീതം കൊടുക്കുക. ഡെയിലി 2 hourലോ 3 hourലോ അങ്ങനെ കൊടുക്കാം. കോണി ഏത് പൊട്ടൻസിയാണല്ലേ സാറേ? 30 ആണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. ആനി ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടറെ അഡ്മിറ്റ് ചെയ്തു. ആനി ഡോക്ടറെ സംസാരിക്കാം. അതാണ് ആനി ഡോക്ടർ അനിയാ. അഡ്മിറ്റ് ആയില്ലല്ലോ. ഒരു കർത്താവ് എപ്പോഴും മുഖം കാണിക്കാൻ നല്ല കേട്ടോ. ഒരു ഹലോ കർത്താവേ ആ എങ്ങനെ
ഹലോ. ചോദ്യം കർത്താവ് മുഖം കാണിക്കുന്നതല്ല, ഓക്കെ. കാണാൻ വളരെ ചോദിക്കാതിരിക്കുക, നേരിട്ട് ചോദിക്കുക, മുഖാമുഖം. ശരിയാ, ഓക്കെ, ഒരു നാനി മിനിറ്റ് ഡോക്ടറെ സാറേ. ഒന്ന് കാണണമെന്ന് ഞാനും വിചാരിച്ചത്. ആ കാണാം കാണാം. ആനി ഡോക്ടർ എന്നും കാണാം. ശരിയാക്കിക്കോട്ടെ കേട്ടോ. അവിടെ വന്നില്ല. ആ ഓ ഓ വന്നു വന്നു വന്നു. മ്യൂട്ടായി പോയി ഡോക്ടറെ, മ്യൂട്ടായി. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നല്ല പ്രസൻസ് ഉണ്ടല്ലോ, പിന്നെ കുഴപ്പമെന്താ? 45 ആളുകൾ വന്നിട്ടുണ്ട്. എങ്ങനെ? 45 ആളുകൾ വന്നിട്ടുണ്ട്. പ്രസൻസ് ഉണ്ടെന്ന് പറയാം. എനിക്ക് ആ വോളിയം കുറവാണ് ഇവിടെ, ശരിക്കും ക്ലിയർ ആകുന്നില്ല എനിക്ക്. ഞാൻ സാറിന് ആലപ്പുഴ വെച്ച് എൻ്റെ അമ്മയും ഒക്കെ സാറിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല. തിരുവാതിക്കൽ ചേർത്തല അലക്സിന്റെ ഒക്കെ പെങ്ങളാണ് ഞാൻ. ആ ഓക്കെ ഓക്കെ. ഞാൻ സാറിനോട് കഴിഞ്ഞ ദിവസം ഒരു സംശയം ചോദിച്ചായിരുന്നു. ആ എൻ്റെ ഒരു ഡോക്ടർ റിലേറ്റീവിന് ഒരു പിന്നോട്ടിരിക്കാമോ? കുറച്ച് എങ്ങനെ പിന്നോട്ടിരിക്കാമോ? ഫോണിന്റെ പിന്നോട്ട് അടുത്ത് പേസ്റ്റ് എനിക്ക് കാണാൻ വേണ്ടി. വോളിയം എനിക്കിവിടെ എന്താണോ എന്നറിയില്ല, കുറവാ കിട്ടുന്നത്. പോളി ഞങ്ങൾക്ക് നല്ലപോലെ കേൾക്കുന്നുണ്ട് ഡോക്ടറെ. അതല്ല, പക്ഷെ എനിക്കിവിടെ വോളിയം വളരെ മോശമായിട്ടാ കിട്ടുന്നത്. അപ്പോൾ ഡോക്ടറെ ഫോണിന്റെ എന്താ കുഴപ്പമായിരിക്കും. ഒന്നത് വോളിയം കൂട്ടി വെച്ചേ. ഞാൻ വോളിയം മാക്സിമത്തിലായിരിക്കുന്നത്. ഡോക്ടർ ആണോ? സംസാരിച്ചോ, കേക്കാം. പറയാം, പറഞ്ഞോളൂ. ഞാൻ ഡോക്ടർ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ സാറിനോടൊന്ന് ചോദിച്ചായിരുന്നു. എങ്കിലും ആ ഞാൻ ഒന്നുകൂടെ കേസ് ക്ലിയർ ആയിട്ട് പറയണം. എൻ്റെ ഒരു റിലേറ്റീവ്, പുള്ളിക്ക് ഇപ്പൊ ഒരു 65 വയസ്സുണ്ട്. ഉം. പുള്ളി ഒന്ന് വീണു ഒരു ദിവസം ടെറസിൽ, വെറുതെ തെന്നി വീണതാ. ടെറസ് വെള്ളം കിടന്നപ്പം. അപ്പം പുള്ളി അത് മൈൻഡ് ചെയ്തില്ല. തെന്നി വീണെങ്കിലും കാര്യമായിട്ട് പുള്ളിക്ക് ഒന്നും പറ്റിയില്ല. ചന്തിയെല്ലാം കണ്ടിട്ട് ഇച്ചിരി പെയിൻ വന്നതേ ഉള്ളൂ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി തല ഓർത്തിയപ്പം തലയ്ക്ക് വേദന വന്നപ്പോൾ ഉടനെ മകളൊരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു നമുക്കൊരു MRI എടുക്കാന്ന് കൊണ്ട്. അപ്പം ഡോക്ടർ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് MRI ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞു. എങ്കിലും ഈ മകള് നിർബന്ധിച്ച് MRI എടുത്തപ്പോൾ അതൊരു ഗ്ലയോബ്ലാസ്റ്റോമ ഉണ്ട് ഓൾറെഡി. ഓ പുള്ളിക്ക് പക്ഷെ വേറെ സിംറ്റംസ് ഒന്നും ഇല്ല. അപ്പം ഇതൊരുവിധം നന്നായിട്ടുണ്ട്. അപ്പം ഡോക്ടർ അത് സർജറി ചെയ്തു, പിന്നെ കീമോ ചെയ്തു. കീമോ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ഒരു 2 കീമോ കോഴ്സ് തീർന്നു. അപ്പൊ ഈ 2-3 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്തപ്പം അത് വീണ്ടും ഡെവലപ്പ് ചെയ്തേക്കുകയാണ്. ഗ്രോത്ത് വീണ്ടും കൂടിയിട്ടുണ്ട്. അപ്പം അപ്പൊ വീണ്ടും അവരൊരു ടാർജറ്റ് കീമോ എന്നും കൊണ്ടൊരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. ടാർജറ്റ് കീമോയിൽ അവർ പറഞ്ഞേക്കുന്നത് നമ്മളാ ട്യൂമറിനെ ടാർജറ്റ് ചെയ്താണ് കീമോ എടുക്കുന്നത്. അപ്പൊ അവിടുത്തെ ബ്ലഡ് വെസൽസ് നശിക്കുമ്പോഴത്തേക്കും ഈ ഗ്രോത്ത് അറസ്റ്റഡ് ആയിക്കോട്ടും. പക്ഷെ ബോഡിയിലും അതുപോലെ ബ്ലഡ് വെസൽസിനെ ഇത് അഫക്റ്റ് ചെയ്യും. പക്ഷെ അതിന് മെഡിസിൻ ഉണ്ട്, കുഴപ്പമില്ല, ചെയ്യാന്ന് പറഞ്ഞാൽ അവരിപ്പം കീമോ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ പുള്ളിക്കാരന് കാഴ്ചക്ക് നമുക്ക് കുഴപ്പമില്ല, എങ്കിലും പുള്ളിക്കാരന്റെ ഈ കീമോ ഒക്കെ എടുത്ത് അപ്പം ഡോക്ടർ പറഞ്ഞ ഒരു ബ്രെയിൻ ഇടിമ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്ക് കുറച്ച് മെമ്മറി വരുന്നുണ്ട്, ഒരു ആപ്റ്റ് നെയിം ഒന്നും കിട്ടുകയല്ല. പിന്നെ ഞാൻ ആ പേഷ്യന്റിനെ ഒന്ന് കണ്ടായിരുന്നു. അപ്പം പുള്ളി ഒരു ടെമ്പോ ട്രാവലിന് കൊച്ചു വണ്ടി എന്നാ പറയണത്. പുള്ളിക്ക് ഒരു പ്രോപ്പർ നെയിം കിട്ടുന്നില്ല. അതിലിപ്പോ എന്തെങ്കിലും ഒരു സാധനം മാങ്ങ കണ്ടെന്നാ പറയും, അത് ചക്കയാന്ന് പറയും. അങ്ങനെ പേരൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മള് കോമൺ ആയിട്ട് കാണുന്ന സാധനങ്ങളൊക്കെ കണ്ടെന്നാല് ഇതെന്താണ് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പൊ ഈ അവസ്ഥയിൽ നമുക്ക് എന്താ മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നത്? പിന്നെ കീമോ എടുക്കുമ്പോൾ പുള്ളിയുടെ ക്രിയാറ്റിനും പ്ലേറ്റ്ലെറ്റും ഒക്കെ ഒത്തിരി കുറഞ്ഞു പോകുന്നുണ്ട്. കുറയുന്നോ? ക്രിയാറ്റിൻ കൂടുന്നു, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകുന്നു. എത്ര കൂടിയിട്ടുണ്ട്? ക്രിയാറ്റിൻ 2.4 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എക്സ്റേ 30 കഴിക്കാൻ പറഞ്ഞു. പിന്നെ ആർണിക്ക കൊടുത്തു. അന്നേരമൊക്കെ പ്ലേറ്റ്ലെറ്റും കൂടി ക്രിയാറ്റിൻ കുറയുകയും ചെയ്തു. ആ കൂടെ അവരുടെ മെഡിസിനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ ഈ ഗ്ലയോബ്ലാസ്റ്റോമയ്ക്ക് ഫർദർ ഗ്രോത്ത് ഒന്ന് അറസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് നമുക്ക് എന്താ സാറേ കൊടുക്കാൻ പറ്റുന്നത്? അത് സൈലീഷ കൊടുക്കാം. സൈലീഷ, ഫോസ്ഫറസ് ഇതൊക്കെ വരുന്നതാണ്. സിംറ്റമെറ്റോളജി കുറച്ചും കൂടെ ചർച്ച ചെയ്തിട്ടാണെങ്കിൽ അത് ചേഞ്ച് ചെയ്താൽ മതി. സൈലിഷ് ഏത് പൊട്ടൻസി കൊടുക്കണം?
30 കൊടുത്താൽ മതി. 30 1/20 1/15 കൊടുക്കണം. ഒരു ദിവസം എങ്ങനെ എത്ര ഡെയിലി അവർലി കൊടുക്കണം? ഒരു 2-3 നേരം കൊടുക്കാം ഡെയിലി. ഒരു ഉവ്വ. ഡ്രോപ്പിനെ 15 ഡ്രോപ്പ് ആക്കിയിട്ട് 15 ആ ഡോസ് ആക്കിയിട്ട് ഡെയിലി 3 ആ നേരം കൊടുക്കും കേട്ടോ. ആ അങ്ങനെ എത്ര അത് നാൾ നമ്മൾ നോക്കാം. കൊടുക്കണം? അതൊരു 1 മാസം കൊടുക്കാം, കുഴപ്പമില്ല. അത് 15 ദിവസം കഴിഞ്ഞാൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ കൊള്ളാം. ഉവ്വ സിംറ്റംസ് വല്ല മാറ്റമാണോ നോക്കണം, ഉവ്വ. അല്ലെങ്കിൽ ഗ്രോത്ത് നോക്കാം. സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്നോട് പറഞ്ഞിരുന്നു മലാൻഡ്രിന് നല്ലതാന്ന് പറഞ്ഞായിരുന്നു. ആ മലയാളിയും കുഴപ്പമില്ല. മലാൻ അതോ മലാൻഡ്രിന് കൊടുക്കാം, ഈ കൂടെ മലാൻഡ്രിന് കൊടുക്കാവോ? കൊടുക്കാം. മാൻഡ്രിൻ സെക്കൻഡറി അറസ്റ്റ് ചെയ്യുന്ന വല്ലാണ്. അത് ഏത് പൊട്ടൻസി കൊടുക്കണം സാറ്? അത് 30 മതി. 30. അത് അതിന്റെ ഡോസ് 1/5 കൊടുക്കാം. ഉം ഒരു ഡ്രോപ്പിന് 5 ഡിവൈഡ് ചെയ്തിട്ട് 1 ഡോസ് കൊടുക്കാം. അങ്ങനെ ഡെയിലി അതെത്ര? 2 ഡോസ് കൊടുക്കാം. 2 നേരം ഡെയിലി 2 2 നേരം ഡോസ് അല്ലേ? രാവിലെ ഓക്കെ വൈകുന്നേരം. ഓക്കെ ഓക്കെ. അപ്പം ഇപ്പൊ ഈ പുള്ളി ഒരു ഹാർഡ് വർക്കിംഗ്, പുള്ളി പറഞ്ഞ എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ പുള്ളിക്ക് എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ യാത്രയാണ്, ഒരു യാത്ര താല്പര്യമുള്ളൊരു മനുഷ്യനാണ്. അപ്പം പുള്ളിക്ക് എപ്പോഴും യാത്ര ചെയ്യണം എന്നൊക്കെ പുള്ളി, പക്ഷെ വീട്ടുകാരൊക്കെ ഇങ്ങനെ അത് വിലക്കി വെച്ചേക്കുകയാണ്. എന്നാലും പോകുന്നുണ്ട് പുള്ളി. ഇപ്പം ഡോക്ടർമാരൊക്കെ പുള്ളിനൊരു കൈവിട്ട ലക്ഷണമാണ്. എന്ത് വേണേലും കൊടുത്തു, എന്ത് വേണേലും കഴിച്ചു, ഇതൊക്കെ ചെയ്തു നോക്കുന്നൊക്കെ ഉള്ള രീതിയിലാണ് അവർ പറയുന്നത്. അത് ഗ്രോത്ത് രണ്ടാം വന്നല്ലേ, ആ 2ാം ഗ്രോത്ത് വന്നപ്പോൾ അതിന്റെ കോപ്പ് വിട്ടുപോയതാ. അതെ അതെ. അതാണ് കാര്യം അത് പറയാനുള്ള കാരണം. ഓ പക്ഷെ അതും അപകടമാണ്. കാരണം അങ്ങനെ വിട്ടാലേ പെട്ടെന്ന് പലയിടത്തും വിട്ടുപോയാലും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്റ്റക്കായി പോകും, അവിടെ നിന്ന് പോകും. എന്താ സാറേ? റോഡ് ക്രോസ് ചെയ്യുമ്പോഴേ ആ ഓ സ്റ്റക്കായി പോകും അവിടെ. ഓ അങ്ങനെ ഇത്രയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കോണായിട്ടും വണ്ണം കൊടുക്കുന്നതല്ല. അത് എന്തിനായിട്ടാണ്? ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോഴേ റോഡ് നടുക്ക് നിന്ന് കളയും ചില ആളുകൾ, ഓ ഓ അങ്ങോട്ടും ആ ഇങ്ങോട്ടും പോകാതെ. ആ ആ ആള് കൈയുണ്ട്, അവരെ കൈ വിട്ടിട്ട് ഇങ്ങനെ നിന്നേക്കും. ഓ നമ്മൾ വിചാരിക്കും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകണമെന്ന്. ആത്മഹത്യ ചെയ്യാൻ ശരി. പോകുന്നില്ല, റോഡ് ക്രോസ് ചെയ്യാനുള്ള പേടിയാ. ഓ ആണെങ്കിൽ വണ്ണം വെള്ളത്ത് കൊടുക്കുക, പിന്നെ ആ പേടിയാൻ മാറും. പിന്നെ പുള്ളി സുഖമായിട്ട് പോയിക്കോളും. അക്കണേറ്റ് വേണം അല്ലേ? ഓക്കെ. നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോവാന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഫോസ്ഫസ് കൊടുക്കുന്നതിന്റെ മരുന്നാണ് ഫോസ്ഫസ് 30. ആ 30 1/10 ആണെങ്കിൽ നല്ലത്. ആ ഒരു ഡോസിന് 10 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതുപോലെ ഒരു 3 നേരം കൊടുക്കുക, രാവിലെ. കൂടുന്നത് വരെ അല്ലേ? ഒരാഴ്ച കൊണ്ട് ഇത് പ്ലേറ്റ്ലെറ്റ്സ് കൂടും. ഓ പിന്നെ എക്സ്റേ നല്ലതാണ്, എക്സ്റേ 200. ഓ എക്സ്റേ 200 അല്ലേ? അതും പ്ലേറ്റ്ലെറ്റ്സ് കൂടാൻ വേണ്ടി നല്ലതാണ്. ഡോക്ടറെ, അതിന്റെ ഡോസ് പ്ലേറ്റ്ലെറ്റ് കുറയുന്നതിന്റെ കാരണം ഈ കീമോതെറാപ്പി ചെയ്യുന്നതല്ലേ? അതെ അതെ അതെ. കീമോതെറാപ്പി ചെയ്യുമ്പോഴേ ബോഡിയിലുള്ള റെസിസ്റ്റൻസ് പവർ കുറഞ്ഞു പോകും. ആ ആ ഈ കീമോതെറാപ്പി കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഡോക്ടർ, അതോ വേറെ? വലിയ ബെനിഫിറ്റൊന്നുമില്ല. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കീമോതെറാപ്പി കൊണ്ട് ക്യാൻസറിന് ഒരു ബെനിഫിറ്റ് കിട്ടാനില്ല. പിന്നെ ജസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിക്ക് ഒരു കംഫോർട്ട് മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞ ആളുടെ കീമോതെറാപ്പി അഡ്വാൻസ് എഫക്റ്റ് ആയിരിക്കും, പ്ലേറ്റ്ലെറ്റ്സ് ഒന്നുകൂടെ താഴോട്ട് പോകും. അത് തന്നെ പേഷ്യന്റ് താഴോട്ട് പോകുള്ളൂ, ഇമ്മ്യൂണിറ്റി താഴോട്ട് പോകും, പേഷ്യന്റ് ലൈഫ് സ്പാനും കുറയും. അതെ അതെ. ഈ മെമ്മറി പോകുന്നത് അവര് പറയുന്നത് ബ്രെയിൻ ഇടിമ വരുന്നോണ്ടാണെന്ന്. അതും ഫോസ്ഫസ് കറക്റ്റ് ചെയ്യുമല്ലോ, ഫോസ്ഫസ് കൊണ്ട് കറക്റ്റ് ചെയ്യും എഴുമ. ഓ ഞാൻ ഈ പേഷ്യനെ സാറിന്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്തതായിരുന്നേ. ആണോ? പക്ഷെ അവർക്ക് പോകാനായിട്ടൊരു ബുദ്ധിമുട്ട്, യാത്രയൊക്കെ മക്കള് സമ്മതിക്കുന്നില്ല. ഞാൻ 2-3 മാസത്തിന് മുമ്പ് ഞാൻ 1-2 പേഷ്യൻസ് സാറിന്റെ അടുത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു സനീന എന്നൊക്കെ പറഞ്ഞൊരു പേഷ്യന്റ്, അവർക്ക് നന്നായിട്ട് കുറവുണ്ടായിരുന്നു. ഇനി യാത്ര ചെയ്യാൻ വയ്യാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ടിട്ട് തൊടുപുഴയിൽ വന്നതാണ്. എന്റെ വീട് തൊടുപുഴയാണ്. അപ്പം അവർക്ക് സാറിന്റെ ട്രീറ്റ്മെന്റിൽ ഭയങ്കര നല്ലൊരു സന്തോഷമായിരുന്നു. പക്ഷെ അവിടം വരെ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം. ആ കുട്ടി മരിച്ചു പോയി. മരുന്ന് അയച്ചു കൊടുക്കാം നമുക്ക്. ഓ പക്ഷെ ആ കുട്ടി മരിച്ചുപോയി. ആണോ? അല്ലേ? ഷാജി കുടിയേറ്റ് ഡോക്ടർ സുബൈദ സലാം
ഡോക്ടറൊക്കെ ഓക്കെ, താങ്ക് യു അഡ്വൈസ് സാറേ. ഓക്കെ. ഓക്കെ ഓക്കെ. ഷാജി ഡോക്ടർക്ക് ആഡ് ഓക്കെ. ചെയ്യാനുണ്ടാവും എന്തെങ്കിലും ക്യാൻസർ അല്ലേ? ഞാൻ ഡോക്ടറുടെ അടുത്ത് ഒറ്റ കാര്യം പറയാം, പേഷ്യന്റിന് കീമോ നിർത്തിയാല് 10 ദിവസത്തോടെ അതല്ലേ നിർത്തും. കറക്റ്റ്. ലൈഫ് ഫാൻസ് കൂടും കീമോ നിർത്തിയാല്. അതെ, ഇത്രയും പ്രായം കീമോ കൊടുത്തിട്ടും 2 മാസം ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ ആള് എന്നിൽ നിന്ന് 2 കൊല്ലം വരെ ജീവിച്ചിട്ടുണ്ട്. അത് തന്നെ. കീമോ സ്റ്റോപ്പ് ചെയ്യുക, അതാണ് ലൈഫ് ലോ സ്പാൻ കൂട്ടാനുള്ള ഒരേ ഒരു ഓപ്ഷൻ. സുബൈദ ഡോക്ടറെ പേരെന്താ? ഇപ്പൊ സംസാരിച്ച ഡോക്ടറെ പേരെന്താ? എന്റെ പേര് ബിനോയ്. ഷാജി. മറ്റേ ബിനോയ് ഡോക്ടർ. ബിനോയ്. അജൂരിയായിട്ട് നമ്മളെ അറിയാവുന്നതാണല്ലോ. ബിനോയ് ഡോക്ടർ USA സംസാരിക്കുന്നത്. ബിനോയ് ഡോക്ടർ ബിനോയ് എവിടെ? USA-ലാണ്. ഓക്കെ ഓക്കെ. ഒരിക്കൽ വന്നിട്ടുണ്ടോ അല്ലേ? ഇല്ല, ഞാൻ ജോയിൻ ചെയ്യാറുണ്ട് മിക്കവാറും. ഞാൻ ഫേസ് കണ്ടുപോലെ തോന്നുന്നുണ്ട്. ഷാജി ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ കീമോതെറാപ്പി ചെയ്യാതിരിക്കുക. ഏത് ക്യാൻസറിനും കീമോ ചെയ്തിട്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. നമ്മുടെ മെഡിസിൻസ്, ഹോമിയോ മെഡിസിൻസ് ഫോളോ ചെയ്യുക. അതുകൂടാതെ പിന്നെ ഡയറ്റ് ഇംപ്രൂവ് ചെയ്യുക. ഇത് രണ്ടും ഉള്ളൂ മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻസ്. കംഫർട്ടബിൾ ആയിട്ട് എക്സസൈസ് ചെയ്യുക. അതെ, ഡയറ്റില് കൂടുതലും ലീഫ് കൂട്ടുക. ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ്. അതുകൂടാതെ ഈ വേവിച്ച ഫുഡ് അത് കഴിക്കാതിരിക്കുക. മാക്സിമം റോ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതാണ് ഏറ്റവും ബെനിഫിഷ്യൽ. നന്ദി ബിനോയ് ഡോക്ടർ. ഇനി സുബൈദ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ചോദിച്ചോളൂ ഡോക്ടറെ. സുബൈദ ഡോക്ടർ. എന്തോ കണ്ണെന്തോ പറ്റി? കണ്ണ് നല്ല കറുപ്പ്. പ്രായമായില്ല സാറേ. അതുകൊണ്ടാണ്. അപ്പൊ എന്നെ കറക്കണമല്ലോ. സാറേ ഞാനേ പിന്നെ ഇപ്പം ഈ കീമോയുടെ കേസിൽ പറഞ്ഞപ്പോഴേ ചിലപ്പോഴേ നമ്മൾ ഇന്റൻഷനലി അല്ലെങ്കിൽ പോലും നമ്മള് ഹോസ്പിറ്റലൈസ് ആയിട്ട് നിർബന്ധാവസ്ഥയിൽ പെട്ടുപോവാണ്. നമ്മൾ ആഗ്രഹിക്കാത്ത ചില ഇപ്പൊ നമ്മുടെ കേസിൽ തന്നെ സംഭവിച്ചത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആൾ അൺകോൺഷ്യസ് ആയ ഒരു സ്റ്റേജിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി വന്നു. പിന്നെ ഐബിഎസും കാര്യങ്ങളൊക്കെ വളരെ ലോ ആയിട്ട് നമ്മള് ഹോസ്പിറ്റലിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റാത്തൊരു സ്റ്റേജിൽ വന്നപ്പോൾ നമുക്കൊരു കമ്പൽസറിലി യു ഹാവ് ടു ഫോളോ ദ ട്രീറ്റ്മെന്റ്. അങ്ങനെ സിറ്റുവേഷൻ വരികയാണ്. നമ്മൾ ഒരിക്കലും ലൈഫിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തയും ആഗ്രഹിക്കാത്തയും സിറ്റുവേഷനിൽ എത്തിപ്പെട്ടു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കീമോ കഴിഞ്ഞ് നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് അത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കൊടുത്തതിന് ശേഷം പലപ്പോഴും അക്യൂട്ടായിട്ട് ഇങ്ങനത്തെ കേസിൽ കംപ്ലൈൻറ്റ്സ് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വയൽ അൾസർ, കാരണം ഇത്രയും വാല്യൂസ് എസ്പെഷ്യലി ബ്ലഡ് ക്യാൻസറിന്റെ കേസിലൊക്കെ വളരെ ലോ പ്ലേറ്റ്ലെറ്റ്സ്, ലോ WBC, ലോ ഇൻഫെക്ഷൻ പോസിബിലിറ്റി വെരി ഹൈ ആണ്. വരുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊരു ഹൈപ്പോട്ടൻസി അല്ലെങ്കിൽ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ അക്യൂട്ട് മാനിഫെസ്റ്റേഷൻസ് വരുമ്പോൾ സാറിന്റെ എക്സ്പീരിയൻസ് നമ്മൾ ആ സിംറ്റമാറ്റിക്കലി മെഡിസിൻസ് കൊടുക്കുന്നത് മറ്റേ ആക്ഷന് ഇല്ലാതാക്കും. എങ്ങനെ സാർ കടകൈസ് തന്നെ അന്ന് വയല് ഭയങ്കര അൾസർ വന്നു, പിന്നെ ഒരു മെംബ്രൈനസ് ഡെപ്പോസിറ്റ് പോലെയൊക്കെ വന്ന് ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ബോറാക്സ് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സാറിന് ആഫ്റ്റർ അൾസേഴ്സ് ബോറാക്സ് പറയല്ലോ, പക്ഷെ അത് ആക്ട് ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞ് മാക്സോൾ കൊടുത്തു, കാരണം ഭയങ്കര സലിവേഷൻ ഒക്കെ വന്നപ്പോഴും മാക്സോൾ കൊടുത്തപ്പോൾ ചെറിയ റിലീഫ് കിട്ടി. പക്ഷെ ആ മെംബ്രെയിനൊക്കെ പോയി, ഒരു മെംബ്രെയിൻ എക്സ്യൂഡേറ്റ് ഫോം ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു ഭയങ്കര റെഡ് ആയിട്ട് ഭയങ്കര പെയിൻഫുൾ ഒക്കെ ആയിട്ട് ബെല്ല് കൊടുത്തോട് കംപ്ലീറ്റ് അത് ഹീലായി. പിന്നെ കീമോക്ക് പിന്നെ പോയിട്ടില്ല, ഇപ്പം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അക്യൂട്ട് വരുമ്പോഴേ നമ്മളിപ്പോ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ അക്യൂട്ട് വരുമ്പോൾ അതനുസരിച്ച് ഇപ്പൊ അതുപോലെ തന്നെ ബോൺ മാരോ ടെസ്റ്റ് ഇടയ്ക്ക് വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴാ പെയിൻ കുറയാൻ ചിലപ്പോൾ ഞാൻ ഹൈപ്പരിക്കം കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഇന്റർഫിയർ ചെയ്യുന്നതിന്റെ സാറിന്റെ ഒപ്പീനിയൻ എന്താണ്? ഒരു മെഡിസിൻ കൊടുക്കാല്ലേ സാറിന്റെ എക്സ്പീരിയൻസില് സിംറ്റമാറ്റിക്?
അതുപോലെ പിന്നെ ഈ പ്ലേറ്റ്ലെറ്റ് വളരെ ലോ ആയിരിക്കും. ഇപ്പോഴും ഈവൻ വളരെ ലോ കൗണ്ടിലാണുള്ളത്. പക്ഷെ ബ്ലീഡിങ് പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. അത് ഇമ്പ്രൂവ് ചെയ്യാൻ സാറിന് ഫോസ്ഫറസ് കൊടുത്തു, പക്ഷെ അതിനകത്ത് ഇമ്പ്രൂവ്മെന്റ് വന്നില്ല സാറേ. ഞാൻ 30 കൊടുത്തിട്ട് കരിക്ക പപ്പായ ടിഞ്ചർ നമ്മൾ സാധാരണ പറയല്ലോ, ബട്ട് ഡെങ്കി കേസിലൊക്കെ കൊടുത്താൽ അതിന് സാറിന് ഞാൻ വെറുതെ 2 ദിവസം കൊടുത്തു നോക്കിയപ്പോഴേ ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നു. പക്ഷെ അത് അതേപോലെ തന്നെ കണ്ടിന്യൂസ് രണ്ട് ദിവസം കൊടുത്തപ്പോഴേ ഇമ്പ്രൂവ്മെന്റ് വന്നു. ഒരു 18,000 ഉള്ളത് 23,000 വന്നു. പിന്നെ വീണ്ടും അത് ഞാൻ പിന്നെ ടിഞ്ചർ കൊടുക്കുന്നത്ര ആണെന്ന് നിർത്തിയിരുന്നു. നിർത്തി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ലോ ആയിട്ട് തന്നെയാണ് പോണത്. പപ്പായ അക്യൂട്ട് ഫോമിന് കൊടുക്കാൻ കേട്ടോ. അക്യൂട്ട് കൊടുത്താൽ അത് നിർത്തണ്ട. നമ്മുടെ ചില ഡോക്ടർമാരെ പറഞ്ഞ പോലെ 2-3 ദിവസം കൊടുത്ത് നേരത്തെ ആക്സിഡന്റ് കാത്തിരിക്കേണ്ട കാര്യമില്ല. ഫിസിയോളജി ഡോസാണ്, അത് കൊടുത്തോണ്ടിരിക്കണം. ഡെയിലി 2-3 ഡോസ് കൊടുക്കണം. കൊടുക്കാല്ലേ? ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇനിയിപ്പോ അത് സാറിന് ടിഞ്ചർ കൊടുക്കുന്നു, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗ് കൊടുക്കാൻ കഴിയുന്ന വേറെ മെഡിസിൻസ് കുഴപ്പമില്ല. കുറച്ച് മരുന്ന് രാത്രി കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ അത് മറ്റേ കൊടുക്കുകയും ചെയ്യാം. ഞാൻ കൊടുക്കാറുണ്ട്, എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. ഓക്കെ സാറേ. ഓക്കെ സാർ, താങ്ക് യു. സാറിനെ പോലെ എക്സ്പീരിയൻസ് ആരെങ്കിലും കേട്ടെ എപ്പോഴും പ്രാർത്ഥിക്കലാണ് സാർ. ശരി. നന്ദി. ഹലോ സുബൈദ, പോയോ? പോട്ടെ, പിന്നെ പറഞ്ഞോളാം. നോക്കട്ടെ. ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞോളാം. ഹലോ. ഉണ്ട്. സുബൈദ, ഒരു ദിവസം കാഷ്നോസിയും വണ്ണം കൊടുക്കാല്ലേ? താൻ കഴിക്കുക. ഓക്കെ. മക്കളുടെ കാര്യത്തിൽ കണ്ണിന്റെ കറുപ്പ് പോവും. ഓക്കെ. അല്ല സാർ പറഞ്ഞ ഇപ്പൊ ഫാമിലിയിൽ ഇപ്പൊ മക്കൾക്ക് ആർക്കെങ്കിലും നമ്മൾ പ്രിവെന്റ് നല്ല രീതിയിൽ കൊടുക്കണോ ഇങ്ങനെയുള്ളതുകൊണ്ട്? മക്കൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ ഞാൻ മെഡിസിൻ ഒരു പ്രിവെന്റ് എന്നുള്ള രീതിയിൽ കൊടുക്കണോ? സാറിന്റെ ഒപ്പീനിയൻ എന്താ? വേണ്ട. കാരണം ഇത് പ്രിവെന്റ് ചെയ്താല് ഇത്രയും വയസ്സായിട്ടുണ്ടായതല്ലേ, അത് പ്രിവെന്റ് അങ്ങനെ ആവില്ല. ശരി, താങ്ക് യു സാർ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. ഷാജിക്കുടിയ ഡോക്ടർക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഞാൻ സാറ് എപ്പോഴും ഈ ക്യാൻസർ പെയിന് കൽക്കേരിയ കാർബ് 30 കൊടുക്കണ കാര്യം എപ്പോഴും പറയണ കാര്യമാണ്. അപ്പൊ ഏത് പെയിനും ഏത് ക്യാൻസർ പെയിനും കൊടുക്കാം. കൽക്കേരിയ മറ്റുള്ളവരൊക്കെ പരാജയപ്പെട്ടാലും കൊടുക്കാം. ഇപ്പൊ സാറിന് നമ്മള് പട്ടേൽ സാറ് കൊടുത്തോണ്ടത് ഇപ്പോപ്പിയം 3X എനിക്കറിയാതെ. അദ്ദേഹത്തിന്റെ ക്യാൻസർ പെയിൻ കൊടുക്കാൻ ഇപ്പോപ്പിയാണ്. ഞാൻ കൊടുത്തിട്ട് കുറയാത്ത കേസിന് കൽക്കരി കറുകൊണ്ട് പോയിട്ടുണ്ട്. കൽക്കരി കറുപ്പ് ഏത് ക്യാൻസർ പെയിനും നല്ല കേട്ടോ. 30 കൊടുക്കാവും, ഒരിക്കലും അതിന്റെ 200 ആക്കല്ലേ. എനിക്കൊന്ന് ആഡ് ചെയ്യാനുള്ളത്, നമ്മൾ ക്യാൻസർ ചികിത്സിക്കുമ്പോൾ മരുന്ന് മാത്രം കൊടുത്താൽ പോരാ എന്നുള്ളതാണ്. ഓരോ ക്യാൻസറിനും ഓരോ അവയവങ്ങളിലെ ഇമ്പാക്ട് ചെയ്യുന്നതിനും ഓരോ ഇമോഷണൽ കോസസ് ഉണ്ട്. ആ കോസസോട് ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ മെഡിസിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഇമോഷണൽ സ്റ്റേറ്റ് നമ്മുടെ ഫോഴ്സിൽ നടത്തിയ ഡിറേഞ്ച്മെന്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെഡിസിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ഇമോഷണൽ കോസ് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുത്ത് കറക്റ്റ് ചെയ്യുന്ന ആ വൈറ്റൽ ഫോഴ്സിന്റെ ഡിറേഞ്ച്മെന്റ്, ആ ഇമോഷൻസ് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഡാമേജ് വരികയും ക്യാൻസറിന്റെ റിക്കറൻസും പ്രോഗ്രസ്സും ഒക്കെ വീണ്ടും നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ
ഫണ്ടമെന്റൽ കോസ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് റെക്ടിഫിക്കേഷൻ എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ കാരണം പറഞ്ഞോളൂ. മെഡിസിൻ മാത്രം കൊടുക്കുക എന്നുള്ളതിലാണ് നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അത് അലോപ്പതി ചെയ്യുന്നവരുടെ നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ കീമോ എടുക്കുക എന്നുള്ളത് നമ്മളും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അത് നമുക്ക് ക്യാൻസറിനെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. പലപ്പോഴും 4th സ്റ്റേജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഏതും ആയിക്കോട്ടെ എന്ന് നമുക്ക് പറയാം. പക്ഷെ 4th സ്റ്റേജ് ആകുന്നതിനൊക്കെ മുമ്പാണെങ്കിൽ സർജറി ചെയ്യുന്നത് ഓക്കെയാണ്. അല്ലാണ്ട് ഉള്ളത് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫണ്ടമെന്റൽ കോസ് റെക്ടിഫിക്കേഷനും നമ്മുടെ മെഡിസിൻസ് ഒക്കെ ആയിരിക്കും ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് അവരുടെ ലൈഫ് പ്രൊലോങ് ചെയ്യുന്നതിനും റിക്കറൻസ് പ്രിവെന്റ് ചെയ്യുന്നതിനും ഒരു ക്യൂറേറ്റീവ് പ്രോസസ്സിലോട്ട് നയിക്കുന്നതിനും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മെഡിസിൻ സെലക്ഷന് നമ്മളിപ്പോൾ ഏത് മെഡിസിൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് ജുഡീഷ്യസ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതാണ്. പിന്നെ റിസർച്ച് പോലുള്ളവരുടെ ഒക്കെ വരുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കുന്നതാണ്. ജുഡീഷ്യസ് റെപ്പർട്ടറൈസേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് മെഡിസിൻസ് ബൈ അണ്ടർസ്റ്റാൻഡിങ് പേഷ്യന്റിന്റെ ആ മാനസികാവസ്ഥയൊക്കെ തിരിച്ചറിഞ്ഞതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അഭികാമ്യമായിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഓർഗൻ സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിനും ലോവർ പൊട്ടൻസിയിൽ കൊടുക്കണേൽ തെറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഒരു അനുഭവം പറയാം. കാരണം ഒരു യൂട്രൈൻ ക്യാൻസറിന് നമുക്കൊരു 30 വയസ്സേ ഉള്ളൂ. ലേഡിക്ക് യൂട്രൈൻ ക്യാൻസർ വന്ന് വളരെ അഡ്വാൻസ് ആയി. പക്ഷേ യൂട്രസ് അവർ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തപ്പോഴേക്കും പെൽവിക് ബോണിലേക്കായി അതിൻ്റെ അറ്റാക്ക്. പെൽവിക് ബോണും സ്പൈനൽ കോഡൊക്കെ താറുമാറായി. ഭയങ്കര പെയിനായിട്ടൊക്കെ വന്നു. പെയിൻ ഞാൻ കാൽക്കുലേക്കാൾ കൊണ്ട് കൺട്രോളായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരും. അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞ് വന്നപ്പോഴേക്കും അവരെ വീട്ടിൽ നിന്ന് വേറൊരു മെമ്പർ പറഞ്ഞു, സാറേ ഈ പെണ്ണിനെ അമ്മായി അമ്മ വല്ലാണ്ട് ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. ആ പെണ്ണാണെങ്കിൽ ഒന്നും പറയത്തുമില്ല, പാവപ്പെട്ട പെണ്ണാണ് എന്ന് ഒരിക്കൽ ഒരു ബൈക്കാണ്ടർ വന്നപ്പോൾ അവരെ പറഞ്ഞു. ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ സാപ്സാക്കിലെ 10 വെള്ളത്ത് കൊടുത്തു. ഭയങ്കര അത്ഭുതമാണെന്ന് പറയട്ടെ, ഭയങ്കര ആക്ഷൻ ഉണ്ടായി. സാപ്സാക്കിയ സിംറ്റം അറിയാലോ, എല്ലാവർക്കും അറിയാലോ. അടിച്ചമർത്തപ്പെട്ട ലൈഫ്. അത് പെയിനെല്ലാം മാറി അത് കൊടുത്തപ്പോ. പിന്നെ പെയിനായിട്ട് ഉണ്ടായിട്ടില്ല. പെയിന് മാറിയിട്ട് നമ്മൾ കൽക്കരക്കാരെ കൊണ്ട് മാറിയിട്ട് പിന്നെയും വന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ആ വീട്ടിൽ വന്ന ഒരു ലേഡി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതിനനുസരിച്ച് ഞാൻ സബ്സാക്കിന് ഹയർ പൊട്ടൻഷ്യൽ കൊടുത്തു. നേരത്തെ കൊടുത്ത എഫക്റ്റ് ചെയ്യില്ല. കാരണം മെൻ്റൽ ഫീൽഡ് വർക്ക് ചെയ്യണമെങ്കിൽ 1 എബോ വേണം. 1 എബോ എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കവാറും 10 കൊടുക്കാറുണ്ട്. 10 വെള്ളത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതിഗംഭീര മാറ്റമായി. പിന്നെ അവർക്ക് ആ ബോണിൻ്റെ അസുഖമൊക്കെ മാറി. അവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ഇപ്പോഴും ഉണ്ട് അവർ. എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു 6 വർഷം മുമ്പ് വന്നത്. സാറ് 10 കൊടുത്തത് ഒറ്റ ഡോസ് ആയിട്ട് കൊടുത്തോ ഡിവൈഡഡ് ആയിട്ട്? ഒറ്റ ഡോസ് സബ്സാക്കിയാണ്. സബ്സാക്കി അങ്ങനെ ഒരു ഇതുള്ള അറിയാലോ, ലിറ്ററേച്ചർ. പിന്നെ ഇതിലൊരു ആനി ഡോക്ടർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, കാൽക്കേരിയ കാർബ് 30 കൊടുക്കുന്നത് ഡിവൈഡഡ് ഡോസിലാണോ എന്ന്? ഡിവൈഡ് ഡോസ്. ഒരു ഡോസല്ല, ഒരു ഡോസിന് 10 ഡിവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഔൺസ് അക്വയിൽ ഒരു 3-4 തുള്ളി ഇട്ടിട്ട് അതിൽ നിന്ന് 5-6 ഡ്രോപ്സ് കൊടുക്കും. അതാണ് കുറച്ചുകൂടെ എളുപ്പം. ഡ്രോപ്പർ ബോട്ടിൽ ഒരു ഔൺസ് ബോട്ടിനകത്ത് 5 തുള്ളി കൽക്കരക്കാർക്ക് തട്ടി ഇട്ടിട്ട് അതിൽ നിന്ന് 5 തുള്ളി എവരെ അവറിൽ കൊടുക്കുക, അവരിട്ട് കൊടുക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഒരു ഫ്രഷ് കേസാണ്. അത് ക്യാൻസർ അല്ല, ബിനൈൻ ആണെന്നാണ് പറഞ്ഞത്. അതായത്
ഒരു കുഴപ്പമില്ലാതെ നടന്ന ഒരാൾക്ക് ഈ ചൊവ്വാഴ്ച മുതൽ പെട്ടെന്ന് റൈറ്റ് സൈഡ് തലവേദന, ഉം. ഭയങ്കര സിവിയർ തലവേദനയായിരുന്നു. അങ്ങനെ സാധാരണ മൈഗ്രെയിൻ വരാറുണ്ട്. അങ്ങനെ തലവേദനയ്ക്ക് സാങ്കുനറിയാ കഴിച്ചത്. പക്ഷേ സാങ്കുനറി കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഛർദിൽ തുടങ്ങി. ഉം. പിന്നെ 2-3 ദിവസത്തേക്ക് ഈ തലവേദനയും ഛർദിലുമായിട്ടിരുന്നു. ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പം കണ്ണ് കൊണ്ട് കാണുന്നതെല്ലാം രണ്ടായിട്ട് കാണാൻ തുടങ്ങി. ലെഫ്റ്റ് ഐക്ക് കുഴപ്പമില്ല, റൈറ്റ് ഐക്ക് രണ്ടായിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ ഇന്നലെ പോയി MRI എടുത്തപ്പം പരേറ്റൽ ഇത് പിന്നെ ഫ്രണ്ടിൽ റൈറ്റ് ഐയുടെ മുകളിലായിട്ട് ഒരു 1.7 സെന്റിമീറ്റർ ഉള്ള ഒരു മെനിഞ്ചിയോമ എന്ന് എഴുതിയിരിക്കുന്നത്. ബിനൈൻ. തലവേദന മാറിയിട്ടില്ല, ഡബിൾ വിഷൻ അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ളൂ. വളരെയധികം ടെൻഷനുള്ള ഒരാളാണ്. എല്ലാ കുടുംബപരമായിട്ടൊക്കെ വളരെയധികം ടെൻഷനുള്ള ആളാണ്. ഇപ്പൊ ഇന്നലെ വൈകിട്ടാണ് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തൽക്കാലം ആൾക്ക് ജലസീമം കൊടുക്കുക. ജലസീമം 200 ഡിവൈഡിങ് ഡോസ് കൊടുക്കുക. 1/10 അല്ലെങ്കിൽ 1/15 ഡോസിന്റെ 4th അവറിൽ കൊടുക്കുക. അപ്പൊ എന്തായാലും മാറ്റമുണ്ടാവും. ഇന്ന് അവരുടെ അനിയത്തി ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ബെൽ-10 ഒരു ഡോസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബെൽ-10 ഒരു ഡോസ് കൊടുത്തു. പക്ഷെ അതുകൊണ്ട് തലവേദന കുറഞ്ഞിട്ടില്ല. ഇല്ല, കുറയില്ല. അത് കുറയില്ല. കാരണം ഈ ജലസീമം കൊടുത്താൽ മതി. അത് കൊടുക്കാം സാർ, കൊടുത്തു നോക്കാം. ഓക്കെ. രണ്ടായി കാണുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഓക്കേ സാറേ. അതെ 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 അത് അതോടുകൂടിയുള്ള തലവേദനയില്ലേ? അപ്പൊ അതെ അതെ. രണ്ടായി കാണാൻ തുടങ്ങിയത് ഇന്നലെ രാവിലെ മുതൽ. തലവേദനയായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. അത്രയല്ലേ ആയുള്ളൂ. കൂടുതലല്ല. 3 ദിവസം എന്ന് പറയുമ്പോൾ അതും അക്യൂട്ടാണ്, ഇതും അക്യൂട്ടാണ്. പെട്ടെന്നാണ് രണ്ടായിട്ട് കാണാൻ തുടങ്ങി. ഇപ്പൊ കണ്ണടച്ചങ്ങ് ഇരിക്കുകയാണ്. വലത്തെ കണ്ണ് തുറന്നാലേ പ്രശ്നം, ഇടത്തെ കണ്ണിന് കുഴപ്പമില്ല. പക്ഷെ വലത്തെ കണ്ണിന് കുറച്ച് മുകളിലായിട്ടാണ് ഇത് കണ്ടിരിക്കുന്നത്. ഡോക്ടറെ, അതിന് അലോപ്പതി മെഡിസിൻസ് ഒന്നും ഇല്ല. അവര് എന്റെ 2-3 കേസുണ്ട്. 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. മരുന്ന് കൊടുത്താൽ മതി. ട്യൂമർ കേട്ട് പേടിക്കുന്നത് ബിനൈനാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. മരുന്ന് കൊടുത്താൽ വർക്ക് ചെയ്യും. ശ്രീചിത്രയിൽ വരെ പോയിട്ട് വന്ന കേസുണ്ട്. കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് മരുന്ന് കൊടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ വീട്ടുകാര് ഭയങ്കര പ്രശ്നം, സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. പക്ഷെ പേഷ്യന്റിന് ഹോമിയോ ട്രീറ്റ്മെന്റ് മാത്രം മതി എന്നും പറഞ്ഞാണ്. അതിന് ധൈര്യമായിട്ട് ഡോക്ടർ മരുന്ന് കൊടുക്കൂ. ജലസീമയും ഡോക്ടർ സാറ് പറഞ്ഞാൽ ആദ്യം കൊടുക്കൂ. നമ്മള് പരിപാടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് വേറെ വിധത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, അതല്ല, പേഷ്യന്റ് വില്ലിങ് ആണല്ലോ, അവര് തയ്യാറുണ്ടെങ്കിൽ കൊടുക്കുക. അല്ല, എന്റെ ശ്രീചിത്രയിൽ പോയി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ട് വന്ന കേസുണ്ട്. 5 കൊല്ലം കഴിഞ്ഞ്, കുഴപ്പമൊന്നുമില്ല. അവർക്ക് പറഞ്ഞു ഡോക്ടറെ പണി ഒരാഴ്ച കാത്തിട്ട് പോകാൻ പറ. ഒരാഴ്ച കഴിഞ്ഞ അതെ സാറ് പറഞ്ഞ മരുന്ന് കൊടുത്തിട്ട് അതിന്റെ ആക്ഷൻ അറിഞ്ഞിട്ട് പോട്ടെ, പിന്നെ ബാക്കി ആലോചിക്കാം. അത് ഞാന് നിർബന്ധമായിട്ടും പറയാം. പക്ഷെ അത് മക്കളൊക്കെ ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. ഞാൻ ചുമ്മാതെങ്കിലും ഒന്ന് പറഞ്ഞു 2 ദിവസം വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നാളെ അവര് ചെല്ലാൻ പറഞ്ഞത് കൊണ്ട് എല്ലാരും കൊണ്ടുപോകാനുള്ള ഇതിലിരിക്കുകയാണ്. ഞാനൊന്ന് പറയാം സാർ. ജലസീമയും 2 hourly കൊടുക്കാം അല്ലേ? ഡിവൈഡഡ് ഡോസ്. താങ്ക് യു സാർ. അനിൽകുമാർ ഡോക്ടറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അല്ല, അത് നമ്മുടെ മെഡിസിൻ സുഖമായിട്ട് വർക്ക് ചെയ്യും ഡോക്ടറെ. ഡോക്ടർ ഇപ്പൊ സാറ് പറഞ്ഞ കൊടുത്തതിന് ശേഷം അതിന്റെ സിംറ്റംസ് നോക്കി കൊടുത്താൽ സംശയം വിളിച്ചാൽ മതി. എന്നെയോ സാറിനെ വിളിച്ചാൽ മതി. ചെയ്യാൻ പറ്റുമോ? സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ആനി ഡോക്ടർ. ഹലോ സാറേ, ഈ കൽക്കിരി കാർബ് 1/10 സാറ് പറഞ്ഞത് എനിക്ക് ശരിക്കും ക്ലിയർ ആകുന്നില്ലായിരുന്നു. 5-6 ഡ്രോപ്സ് എത്ര അവർലി കൊടുക്കണം? അത് അങ്ങനെയല്ല, 1 ounce വേണമെങ്കിൽ 5 തുള്ളി ഇടുക. അതിൽ നിന്ന് 5 തുള്ളി വീതം എവറി അവറിൽ കൊടുക്കുക.
എവരി അവർലി. അവർ കൊടുക്കുക. അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് പെയിൻ കൺട്രോൾ ആവും, ചിലപ്പോൾ 1.5 ദിവസം വേണ്ടി വരും. കൺട്രോൾ ആവുന്നതാണ് ഉറപ്പ്. 2 ദിവസം കൊണ്ട് എന്തായാലും കൺട്രോൾ ആവും. കൺട്രോൾ ആയി കഴിഞ്ഞാൽ പിന്നെ അത് 4th അവറിലെയോ 6th അവറിലെയോ കൊടുക്കാം കേട്ടോ. സാറേ, ഞാൻ ആ ഗ്ലയോബ്ലാസ്റ്റോമ കേസ് സാറിന് വിടുകയാണെങ്കിൽ സാർ അത് ഓൺലൈൻ കേസ് എടുക്കുവോ? എങ്ങനെയാണ് എടുക്കാം. എടുക്കാം അല്ലേ? ആദ്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അസിസ്റ്റൻസിനെ കൂടി ഓൺലൈൻ കേസ് എടുപ്പിച്ചിട്ട് ഞാൻ വിളിച്ച് ചെയ്തോളാം കേട്ടോ. ഓക്കെ. അപ്പൊ സാറിന്റെ ഈ നമ്പർ തന്നെയാണോ? ഈ നമ്പർ അല്ല, അത് അവിടുത്തെ നമ്പർ 277 0551. 0551. അതെ, 2770551 അല്ലേ? അല്ലല്ല, 2770551 കേട്ടോ. ഇത് ലാൻഡ് നമ്പർ ആണോ? ലാൻഡ് നമ്പറാ. അതിന് അവൻ വിളിച്ചിട്ട് പിന്നെ അവര് നിങ്ങളെ വീഡിയോ കോൺഫറൻസ് ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്യും. എത്ര മണിയാകുമ്പോ അങ്ങനെ ടൈം ഉണ്ടോ? 10:30 വിളിച്ചോളൂ. 10:30. ഡോക്ടർ സീമടുത്ത് പറഞ്ഞു, ഞാൻ ഡോക്ടറെ സംസാരിച്ചു, ഡോക്ടർ സീമടുത്ത് കാണണമെന്ന് പറഞ്ഞാൽ പറയുന്നു. ഡോക്ടർ സീമ കേട്ടോ. ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. അമ്പാടി മാഡം ഒന്നും പറയാനില്ലേ? അമ്പാടി മാഡം ഉണ്ടല്ലോ. രമാദേവി അമ്പാടി മാഡം. അമ്പാടിയമ്മ മാഡം വിളിക്കല്ലെന്ന് എന്നോട് കഴിഞ്ഞ ദിവസവും പറഞ്ഞു. വയ്യ മറിയാമ്മേ, അതുകൊണ്ടാണ് കിടക്കാണ്. ബ്രോങ്കൈറ്റിസ് പിടിച്ചു ചേട്ടെ. എന്താ ബ്രോങ്കൈറ്റിസ്? അല്ലേ? അക്യൂട്ട് ബ്രോങ്കൈറ്റിസ്. അഞ്ചിയൻഡാട്ട് എപ്പാസൾഫസ് സ്പോഞ്ചിയ കഴിക്കുക. കുറവുണ്ട്. കേട്ടോണ്ട് കിടക്കാണ്. 3 കൂടെ കലക്കി കുടിക്കാനോ? എന്തോ 3 പേരും കൂടെ കലക്കിട്ട് കുടിക്കാനോ? അല്ലല്ല, നമ്മുടെ ഇത് പറയില്ലേ, പ്രസാദ് സാറ് പ്രകാശ് സാറ് പറയില്ലേ പണ്ട്, ട്രയോ അതിന് സാറ് പറയണത് അക്കണൈറ്റാണ്. ഞാൻ പക്ഷെ എനിക്ക് ആൻറ്റിയൻറ്റായിട്ടാണ് കുറച്ചും കൂടെ എനിക്ക് വന്നത്. അപ്പൊ ആൻറ്റിയൻറ്റായിട്ട് എപ്പാസൾഫും സ്പോഞ്ചിയും കൂടി കഴിക്കും. 1 hour 2 hours ഒക്കെ ഗ്യാപ്പില്. കുഴപ്പമില്ല, ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. വല്ലാണ്ട് മനസ്സിലാക്കാം. എല്ലാ വിഷയങ്ങളും വരാറ്. എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാല്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ, ഒരു കുട്ടീനെ ബ്രോങ്കൈറ്റിസ് വന്നിട്ട് കൊമറ്റോ സ്റ്റേജ് ആയിപ്പോയി. ഞാൻ കുട്ടിയെ പോയി പരിശോധിച്ച് ടെലസ്കോപ്പൊക്കെ വെച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. നോക്കിയിട്ട് എല്ലാം ബ്രോങ്കൈറ്റൊക്കെ ഉണ്ട്. കുട്ടി അനങ്ങുന്നില്ല. ഞാൻ കായിയുടെ പൾസ് പിടിക്കാൻ വേണ്ടി കൈവച്ചാണ്. കണ്ണ് പെട്ടെന്ന് തുറന്ന് എന്നെ തുറിച്ച് നോക്കിയിട്ട് ഒറ്റ അടി എനിക്കിട്ട്. ഞാൻ ഉടനെ ആന്റിബയോട്ടിക് കൊണ്ടുവരാൻ പറഞ്ഞു, കൊടുത്തു. ആ കുട്ടി കംപ്ലീറ്റ് മാറി, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അന്ന് ആ കുട്ടിക്ക് 8 or 10 വയസ്സുള്ളപ്പോഴാണ്, 8 വയസ്സുള്ളപ്പോഴാണ്. അവൻ ഇപ്പോഴും ചിരിപ്പുണ്ട്. അതാ ആന്റിബയോട്ടിക്കിന്റെ സിംറ്റം അതാണ്. അടിക്കും, ആന്റിയും ക്രൂഡും ആന്റിയൻറ്റാട്ടും. അതിന്റെ വായിച്ചിട്ടില്ലേ മൈൻഡ്? പിന്നെ വായിച്ചിട്ടേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിനെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ആ പോസിറ്റീവ് ഒരു വെബാണ് കൊടുക്കേണ്ടത്. നമ്മൾ അവരെ ഒന്ന് പറഞ്ഞ് അവര് ഫൈറ്റ് ചെയ്യണം എന്നുള്ളത് അവരെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഞാനത് വളരെയധികം ഞാനത് ഇത് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ആ ഒരു മെന്റലി ഒരു വി ഷുഡ് ഫൈറ്റ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണം എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്.
നിങ്ങൾ ക്യാൻസർ പേഷ്യൻ്റ് ഇരിക്കുമ്പം പേഷ്യൻറ്റിന് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം, ആ പേഷ്യൻറ്റിന് ഒരു ബ്രേവ് ആയിരിക്കണം, അത് തന്നെ ബ്രേവ് സ്റ്റേജ് ഉണ്ടാവണം, അപ്പോഴേ മരുന്ന് ആക്റ്റീവ് ഉള്ളൂ. അത് തന്നെ ആ ഒരു ഇത് ഉണ്ടായിട്ട് ഞാൻ ആദ്യം അതാ ഞാൻ ഞാൻ തമാശ പറഞ്ഞു, എന്താണോ ഈ കിടക്കുന്നത്, എന്ത് വലിയ രോഗം വല്ലതാണോ, നാണക്കെട്ട പരിപാടികൾ ഇതൊക്കെ പറഞ്ഞ് കമന്റ് അടിക്കും, അല്ല മരുന്ന് കൊടുക്കുക. നന്ദി രമാവതി അമ്പാടിയമ്മേ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വൈദ്യര് ഡോക്ടർക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. വൈദ്യ ഡോക്ടർ, എബ്രഹാം വൈദ്യൻ ഡോക്ടർ, അൺമ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തോളൂ. എബ്രഹാം വൈദ്യൻ ഡോക്ടർ. സാറ് സംശയമേ, ആ സാറ് ആന്റിബയോട്ടിക് കൊടുത്തു, അടിച്ചു എന്നുള്ള കാരണം കൊടുത്തെന്ന് തൊട്ടു. ആ സിനായിക്ക് അറിയത്തില്ല സാറേ. സിനാണ് അത്ര പ്രോമിനല്ല, അല്ലേ? ആന്റിബയോട്ടിക് അത്ര പ്രോമിനല്ല സിന. ആഹാ. സിന എനിക്ക് ഒരു ഇറിറ്റബിലിറ്റി ആണ്, ആ ത്രൂഔട്ട് ഇറിറ്റബിലിറ്റി ആണ്. ഇതല്ല, വെൻ ടച്ചസ് പൾസ് ഏരിയ ആ അപ്പോഴാണ് ആന്റിബയോട്ടിക് വരുന്നത്. വെൻ ടച്ചസ് പൾസ് പൾസ് പൾസ്. ആ ഓ ഓ അങ്ങനെയല്ലേ. ആ ആ ആ ഒരിക്കൽ എനിക്ക് ഒരു ADHD കേസ് ഭയങ്കര നിർബന്ധമാണ്. ഒരു കോൺട്രാക്ട് ഡിസോർഡർ പോയെ അങ്ങനത്തെ കേസ് എനിക്ക് ഒരുപാട് മരുന്ന് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ ഒരിക്കൽ ഇത് പയ്യൻ 10-15 വയസ്സുള്ള പയ്യനാ ഒന്ന് ഏതാണ്ട് ചെറിയ കാര്യത്തിൽ അടി തന്നു. അടി തന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ക്ലാസ്സില് ഒരു ഇരിക്കുന്നു ജഗു ഡോക്ടർ എടുത്തൊരു ക്ലാസ്സിലാണ്. അത് ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ സിന മെഡിസിൻ തുടങ്ങി. എനിക്ക് സിന കൊടുത്ത് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയ ADHD പൂർണ്ണമായിട്ട് മാറി, നല്ലതായിട്ട് മാറാൻ ഇടയാക്കി. അതുകൊണ്ട് എനിക്ക് അനുഭവം കണ്ടോ, അത് സംശയം ചോദിച്ചത് അതുകൊണ്ട് സാറേ. ഓക്കെ. ഇറിറ്റബിലിറ്റി ആണ് സിനയുടെ. ആ ആ ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. എനിക്കൊരു സംശയമല്ല, വൈദ്യര് ഡോക്ടറെ കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഇന്ന് യൂട്യൂബിലൊരു പ്രശ്നം വന്നായിരുന്നു. പാമ്പ് കടിയേറ്റ ഒരു സ്ത്രീ അലോപ്പതിയിലാണ് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. കൊണ്ടുപോയി ഏകദേശം ഒരു 1-1.5 മണിക്കൂറിനകം അവര് മരിച്ചു. അപ്പോൾ പക്ഷെ ആ പേഷ്യന്റ് ചെന്നത് ഹോസ്പിറ്റലിൽ എത്തിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻ ഡോക്ടർ നോക്കിയെങ്കിലും കാലിന്റെ കണങ്കാലിന് മേളില് ഒരു ചെറിയ ഒരു കൊത്തലിന്റെ ഒരു പങ്ക്ചേർഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഊണ്ടേ കണ്ടുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ആ സ്ത്രീക്ക് ഇല്ലായിരുന്നു. അത്ര പ്രായമുള്ളതല്ല, പ്രായം കുറഞ്ഞ ഒരു ലേഡിയാണ്. അപ്പൊ വലിയ കുഴപ്പമില്ലാതെ നടന്നൊക്കെയാണ് ചെന്നത്. കാലിലൊരു പങ്ക്ചേർഡ് കൊണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ആ ഡോക്ടർ, വേറെ കൂടെ ഉണ്ടായിരുന്ന ആ ഡോക്ടർ പറഞ്ഞതാണ് ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നാത്തത് കൊണ്ട് മെയിൻ ഡോക്ടർ വേറെ പല കേസുകൾ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയി. അപ്പോ ഇവര് അപ്പോഴും സംസാരിക്കുകയും ഇവരെ രോഗവിവരങ്ങളും എന്താണ് കടിച്ചതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ആ ഡോക്ടർ പറഞ്ഞ് ഇവര് വേറെ പ്രത്യേകിച്ച് ലക്ഷണങ്ങളോ ഒരു അണലി കടിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു നെർവസ് ഇഷ്യൂസോ അങ്ങനെ വേറൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവരത്ര കാര്യമായിട്ട് അത് എടുത്തുമില്ല. പക്ഷെ ഈ ഡോക്ടർ വായിന്ന് ഒരേ ഒരു നമുക്ക് ഉള്ള ഒരു പ്രധാന സിംറ്റം, ഇവര് നല്ല ആങ്സൈറ്റി ഉള്ളവരായിരുന്നു, ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു അവരൊക്കെ. പക്ഷെ എങ്കിലും 1 മണിക്കൂറോളം അവര് വളരെ നോർമലായി തന്നെ ഇരുന്നു. പിന്നെ അങ്ങനെ എന്നിട്ട് ഇവര് നടന്ന് ഒറ്റയ്ക്ക് ബാത്റൂമിനകത്ത് പോയി. ബാത്റൂമിൽ കയറിയപ്പോ ഇവര് കുഴഞ്ഞു വീഴുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് കുഴഞ്ഞു വീണു. അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് സീരിയസ് ആയി അവര് മരിച്ചു. അരമണിക്കൂറിനുള്ളിൽ തന്നെ മരിക്കുകയും ചെയ്തു. പക്ഷെ ഈ നല്ല ആങ്സൈറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ നമ്മള് ഈ വിഷത്തിനെ കുറിച്ചുള്ള ആ ക്ലാസ് കേട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, അക്കോണൈറ്റ് ഒക്കെ ഒരു ഹൈ ഡോസ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പം ആ പേഷ്യന്റ് രക്ഷപ്പെടില്ലായിരുന്നോ. സാധ്യതയുണ്ട്. എന്തെങ്കിലും നമുക്ക് ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു കേസ് ആയിരുന്നെന്ന് എന്റെ മനസ്സ് പറയുക. ഡോക്ടറെ അത് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ഡോക്ടർ പോലെ ചിലപ്പോൾ എന്നല്ലേ പറഞ്ഞത്, ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ, രക്ഷപ്പെട്ടില്ലെങ്കിലോ, ഡോക്ടറെ ക്ലിനിക്ക് വെച്ച് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഡോക്ടറെ അവസ്ഥ എന്താവും?
അല്ലെ എന്റെ ക്ലിനിക്കിലല്ല പറയാണ് അല്ല ഇപ്പൊ ഒരു ഏത് മെയിൻ ക്ലിനിക്കിലായാലും ഇതിപ്പോ അലോപ്പതി ഹോസ്പിറ്റലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മളാണെങ്കിൽ നമ്മളെ ഉടൻ അവര് കുളമാക്കും. അതല്ല ഞാൻ പറയണത്. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അല്ലെ ഗവൺമെന്റ് കേസുകളിൽ ഹോമിയോ ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചോ, എന്തായിരിക്കും സംഭവിക്കുക? സപ്പോസ് ആ ഗവൺമെന്റ് ഹോമിയോ പേഷ്യന്റ് മരിച്ചുപോയെന്ന് വിചാരിക്കുക, എന്തായിരിക്കും പക്ഷേ സംഭവിക്കുക? നമുക്ക് ചെയ്യാൻ പറ്റും ഡോക്ടറെ, പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിക്കാം, പക്ഷെ എന്തായിരിക്കും ഡോക്ടറുടെ അവസ്ഥ? അലോപ്പതിക്കാർക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിൽ അവർക്ക് തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താണ് ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് ഇനി പേഷ്യൻസിന് കൊടുക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? ഡോക്ടറെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓണൻ അവരുടെ കേസ് കംപ്ലീറ്റ് IMA ഏറ്റെടുക്കും. നമ്മുടെ സംഘടനകളോട് ഏറ്റെടുക്കുവോ? ഇല്ല ഡോക്ടറെ, ഞാൻ ഇന്നലെ പറഞ്ഞത് എന്റെ വീട്ടിൽ പോലും ഒരു അംഗത്തിന് അടിയുണ്ടായാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ ചികിത്സ എടുക്കാൻ തയ്യാറാകത്തില്ല, അങ്ങോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. കഴിഞ്ഞാൽ ഡോക്ടർക്ക് അനുസരിച്ച് കേസ് വരും. അതെ, ഇപ്പൊ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ അതെ, നമുക്ക് പണി കിട്ടും. ഡോക്ടർ പറഞ്ഞ ഫസ്റ്റ് എയ്ഡായിട്ട് നമുക്ക് പൊട്ടൻസി കൊടുത്തു വിടാം. അതെ, ഇപ്പൊ നമ്മളെ മുമ്പിൽ കണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിലെങ്കിലും കൊടുത്തുകൂടായിരുന്നോ എന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടറെ ഞാൻ കഴിഞ്ഞ ആഴ്ച പാമ്പ് കടി, ഡോക്ടറെ പാമ്പ് കടിയല്ല, ക്ലാസിക്കലായിട്ട് ഒരാൾക്ക് വയറ്റ് വേദന വന്നു, റൈറ്റ് സൈഡിലായിരുന്നു, ടെൻഡർനെസ് കൊണ്ട് സ്കാൻ ചെയ്തപ്പോൾ അപ്പൻഡിസൈറ്റിസ് ആണ്. പക്ഷെ പേഷ്യന്റിന് എന്നെ ഭയങ്കര വിശ്വാസമാണ്. ഞാൻ ഒരാഴ്ച മരുന്ന് എടുത്തിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കി, അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. പക്ഷെ എത്ര പേര് നിൽക്കും? പക്ഷെ എന്നാലും ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കണ്ടേ ഡോക്ടറെ? എന്തെങ്കിലും അതിനാണല്ലോ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, കുറച്ചും കൂടി അത് പോരാ. കാരണം ഒരു പാമ്പ് കടി ഏറ്റാൽ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിലെങ്കിലും നമുക്ക് കൊടുത്തു വിടാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവണം. അതാണ് ഞാൻ പറഞ്ഞത്. അത് തീർച്ചയായും നല്ല സജഷനാണ്. പക്ഷെ അത് അങ്ങനെ അവസ്ഥ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ ഏറ്റെടുക്കാവൂന്നാണ് എന്റെ അഭിപ്രായം. സാറിന്റെ അഭിപ്രായം എന്താണ്? അല്ലെ പണി കിട്ടും. അതെ, നമ്മുടെ ഷാജി കുര്യൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ അകത്തൊരു അഭിപ്രായം പറയാനുള്ളത്, നമ്മുടെ അടുത്ത് പാമ്പ് കടി ഏറ്റു വന്നാല് എച്ചിനേഷ്യ മദർ ടിങ്ചർ, പിന്നെ ഈ അണലിയാണോ മൂർഖനാണോ എന്നുള്ളതൊക്കെ അനുസരിച്ച് നമ്മൾ നാജയോ അല്ലെങ്കിൽ വൈപ്പറായോ പൊട്ടൻസി ഏതാന്ന് അറിഞ്ഞാല് അത് ഓൾട്ടർനേറ്റ് ചെയ്ത് കൊടുത്ത് പേഷ്യന്റിനെ അലോപ്പതി ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ടാല്, വേണമെങ്കിൽ ഒരു ഡോസ് അക്കോണൈറ്റും കൂടെ കൊടുത്ത് ആങ്സൈറ്റിക്കും കൊടുത്ത് പറഞ്ഞു വിട്ടാല് അവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എച്ചിനേഷ്യ ടിഞ്ചർ ഫ്രീക്വന്റ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അത് ഷാജി കുടിയേറ്റ ഡോക്ടർ എച്ചിനേഷ്യ ടിഞ്ചറിന്റെ കാര്യമെല്ലാം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അത് കൊടുക്കാം. അല്ല, ഈ മരണത്തിനെ കുറിച്ച് ഇന്ന് ഈ ഡോക്ടറുടെ ഒരു വീഡിയോ പുറത്തു വന്നതിനകത്ത് ആ ഡോക്ടറുടെ വായിൽ നിന്ന് വന്നതാണ്, ഈ വന്ന പേഷ്യന്റ് നല്ല ടെൻഷനുള്ള പേഷ്യന്റ് ആയിരുന്നു, പുറമെ കാണുന്ന ലക്ഷണം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പാമ്പ് കടി ഏറ്റ കുട്ടി ഡാൻസ് ചെയ്യോ? ഇല്ല സാർ, എന്നാലും ഏറ്റവും കൂടുതൽ ഒരു ഭയങ്കര ടെൻഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നെന്ന് പറഞ്ഞു. എനിക്കൊരു പാമ്പല്ലേ കടിച്ചെന്ന് ബോധ്യപ്പെട്ടത്. എന്തോ കടിച്ചെന്നേ അവര് പറഞ്ഞുള്ളൂ, പാമ്പാണ് കടിച്ചതെന്ന് പറഞ്ഞില്ല. അവരൊക്കെ അറിഞ്ഞുകൂടാ എന്താണ് കടിച്ചത്. പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല ഡോക്ടർ. ശരിക്കും പറഞ്ഞാൽ അവര് പ്ലാസിബോ ആയിരിക്കും, അതായത് പാമ്പ് പോലെ എന്തോ ഉള്ളതായിരിക്കും, ഈ ആങ്സൈറ്റി കൊണ്ട് മരിച്ചു പോയതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞ അക്കോണൈറ്റിന് നല്ലൊരു സാധ്യത ഉണ്ടായിരുന്നു. അത് കൊടുക്കാമായിരുന്നോ? ഇനി സിറ്റുവേഷൻ വീണ്ടും വർഷാവും. മിക്കവാറും നാളെ പോലെ പവർ കട്ടും തുടങ്ങും. പവർ കട്ടും കൂടെ തുടങ്ങുമ്പോൾ പാമ്പിന് കയറാൻ നല്ല സൗകര്യമാവും. നാളെ തൊട്ട് സിറ്റുവേഷൻ വളരെ മോശമാണ്. നാളെ മുതൽ അപ്രഖ്യാപിത പവർ കട്ട് ഉണ്ടാവും. അല്ല, ഇന്നിപ്പോ ഇന്ന് കറണ്ട് മേടിക്കാൻ ഗവൺമെന്റ് അനുമതി കൊടുത്തു. അപ്പൊ ഇനി പിന്നെ അംബാനിയുടെ കറണ്ട് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇനി വലിയ കുഴപ്പമില്ലാതെ പവർ കട്ട് ഇല്ലാതെ പോകാൻ പറ്റും. വില കൂടുതൽ കൊടുക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. അല്ല, KEC അവരിൽ നിന്ന് മേടിക്കുകയാണ്. അപ്പം അല്ല, മുല്ലപ്പെരിയാറിലെ സംഭവമൊക്കെ കുറഞ്ഞു 104 എത്തി. മൊത്തം കുഴപ്പമാണ് സംഭവം. അതുകൊണ്ടാണ് വേറെ രീതിയിലോട്ട് കാര്യങ്ങൾ, വ്യവസായ തലത്തിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പം കറണ്ട്, അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇത് സോളാർ എനർജിയൊക്കെ ഇടയ്ക്ക് അവർ നിരുത്സാഹപ്പെടുത്തിയത്. കാരണം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കച്ചവടം കുറയും. അപ്പൊ അതുകൊണ്ടാണ് അതിനെ നിരുത്സാഹപ്പെടുത്തി ഇപ്പതേ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് അത് കണ്ട് ഇനി നാളെ മുതൽ പോകാനുള്ള സാധ്യത കുറയും. പക്ഷെ നമ്മുടെ പോക്കറ്റിന്റെ ഭാരം കുറച്ചുകൂടെ കൂടും. ഇന്ന് ഒറ്റ ദിവസം മാത്രം 15 വരെ പാമ്പ് ഭാരം കടിച്ചു. കൂടില്ല, പോക്കറ്റ് ഭാരം കൂടില്ല, കുറയും. കുറയോ? പോക്കറ്റിൽ നിന്ന് കുറയും. അതല്ല സാറേ, ഇനി പോക്കറ്റിൽ ചില്ലറ മാത്രമേ കാണുള്ളൂ, നോട്ട് കുറയും, അപ്പൊ ഭാരം കൂടും. എന്തായാലും നമ്മുടെ ഇന്നത്തെ സമയം നമ്മൾ അറിയാതെ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞു. എന്തായാലും നല്ലൊരു ക്ലാസ് അല്ല, ശരിക്കും വളരെ പ്രയോജനമുള്ളൊരു ക്ലാസ് ആയിരുന്നു ഇന്ന് നടന്നത്. പലർക്കും പല ചോദ്യങ്ങൾ ചോദിക്കാനും സാറിൽ നിന്ന് നല്ല മറുപടികൾ കിട്ടുകയും ചെയ്തു. അതുപോലെ അതിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് ഷാജി കുടിയർ ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ എല്ലാവരും എത്തിച്ചേർന്നു. സംശയം ചോദിക്കുന്നതിന് വേണ്ടി ആനി ജോൺ ഡോക്ടർ, സുബൈദ ഡോക്ടർ, അതുപോലെ ബിനോയ് ഡോക്ടർ, വെബ്രാം വൈദ്യൻ ഡോക്ടർ എല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുത്തു. അങ്ങനെ നല്ലൊരു ക്ലാസ് ആയിട്ടാണ് ഇന്ന് നമ്മുടെ ഇസ്മയിൽ സൈൻ സാറിൻ്റെ ക്ലാസ് വളരെ ഭംഗിയായി ഇവിടെ അവസാനിച്ചു. ഇനി സാറ് വീണ്ടും ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് വരണമെന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് അനിൽകുമാർ ഡോക്ടറെ ക്ഷണിക്കുന്നു. നമസ്കാരം സാറേ, ഞാൻ ഇടയ്ക്കാണ് കയറിയത്. പക്ഷെ സാറിന്റെ ക്ലാസ്സിനെ പറ്റി വേറൊന്നും പറയാനില്ലല്ലോ. സാറ് നമ്മുടെ ആചാര്യനല്ലേ, വേറൊന്നും പറയാനില്ല. സാറാകുന്ന ഗുരുവിന് എന്താ പറയാ, എന്ത് പറഞ്ഞാലും നമുക്ക് എന്താ പറയുക, അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് പറയാനായിട്ട്. അത് അത്രയ്ക്ക് നമ്മുടെ ജീവനാഡിയാണ് IFPH. അപ്പൊ ഇന്നത്തെ ക്ലാസ് എടുത്ത സാറിനും ഇത് പങ്കെടുത്ത എല്ലാവർക്കും, ചോദ്യം ചോദിച്ച എല്ലാവർക്കും എന്താണ് IFPHന്റെ പേര് നന്ദി രേഖപ്പെടുത്തിയിട്ട് നിർത്തേണ്ട സമയം വൈകി. താങ്ക് യു. കുമാർ ഡോക്ടറെ, വീണ്ടും സാർ ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് വരണേ. എന്നെ വിളിച്ചാ മതി. തീർച്ചയായിട്ടും വരണമെന്ന് സാറേ. അന്ന് സാറ് സീരിയസ് ആയിട്ട് വന്നൊരു കേസ്, അത് മാറിയോ, സുഖപ്പെട്ടോ? കഴിഞ്ഞ ക്ലാസ്സിന് സാറ് കയറാൻ പറ്റാഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. അത് മാറി. അസുഖമായി. അതെ, പെട്ടെന്ന് രാത്രി അവിടെ അവർക്ക് കൂടായി. ഇന്ന് അവരെ ഡിസ്ചാർജ് ചെയ്തു കേട്ടോ. പേനൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടില്ല, ഡിസ്ചാർജ് ചെയ്തു. എന്തായാലും നമ്മുടെ 2064 വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭകാമന. പിന്നെ അവിടെ പോയി അവിടെ